നമസ്കാരം. ഗവർണറുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി സർക്കാർ ഏർപ്പെടുത്തിയ പിണറായിയുടെ പോലീസിനെ ഗവർണർ തന്നെ പിടികൂടി. രാജ്ഭവനിൽ എന്ത് നടക്കുന്നു, ഗവർണർ എവിടെ സഞ്ചരിക്കുന്നു, ആരുടെ അടുത്ത് പോകുന്നു, ആരുമായിട്ട് സംസാരിക്കുന്നു എന്നതിനെക്കുറിച്ച് ഓരോ നീക്കങ്ങൾ അപ്പോൾ തന്നെ സർക്കാരിനെ അറിയിക്കുകയും കൂടാതെ പാർട്ടിയെ അറിയിക്കുകയും കൂടാതെ SFI നേതാക്കളെയും അറിയിക്കുക എന്നതായിരുന്നു ചുമതല. ഈ പോലീസിന്റെ ചുമതലയാണ് രാജ്ഭവനിൽ ഗവർണർ ഇന്നലെ അർദ്ധരാത്രിയോടെ കൈയോടെ പിടികൂടിയത്. ആ പദ്ധതിയാണ് ആർലേക്കർ ഇന്നലെ പൊളിച്ചടുക്കി ആഭ്യന്തര വകുപ്പിന് കയ്യിലേൽപ്പിച്ചത്. ഗവർണറുടെ ഓരോ നീക്കങ്ങളും ചോർത്തിയെടുത്ത് സർക്കാരിനെ അറിയിക്കാൻ നിയോഗിച്ചിരുന്ന 2 പോലീസുകാരെയാണ് ഗവർണർ കൈയോടെ പിടികൂടി ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയത്. ഒരു ഡ്രൈവറെയും ഒരു സിവിൽ പോലീസ് ഓഫീസറെയുമാണ് ചാരപ്പണിക്കായി സർക്കാർ രാജ്ഭവനിൽ നിയോഗിച്ചത്. സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന ഗവർണറുടെ യാത്രകളുടെ വിവരങ്ങൾ, സന്ദർശകരുടെ വിവരങ്ങൾ, യാത്രകളുടെ വിശദാംശങ്ങൾ, ആരെല്ലാമായി ഫോണിൽ സംസാരിക്കുന്നു അടക്കം എല്ലാ വിവരങ്ങളും ചോർത്താനാണ് രാജ്ഭവനിലേക്ക് 2 ചാരന്മാരെ അയച്ചത്. എന്നാൽ ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ ഇക്കാര്യം കണ്ടെത്തി ഗവർണറെ അറിയിച്ചു. ഇതോടെ ഗവർണറുടെ നീക്കങ്ങൾ അറിയാൻ വെച്ച 2 പോലീസുകാരെ രാജ്ഭവൻ ഒഴിവാക്കി. പകരം ഗവർണറുടെ വിശ്വസ്തരായ 2 പേരുടെ പട്ടിക DGPക്ക് കൈമാറി. എന്നാൽ ഈ 2 പേരെയും ഗവർണറുടെ സുരക്ഷാ സംഘത്തിൽ SI അടക്കം 4 പോലീസുകാരുടെയും ഒഴിവിലേക്ക് DGPയുടെ നിർദ്ദേശപ്രകാരം ഇറക്കിയ നിയമ ഉത്തരവ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം 24 മണിക്കൂറിനകം റദ്ദാക്കി. ഗവർണർ DGPയോട് ആവശ്യപ്പെട്ടത് പ്രകാരം രാജ്ഭവനിൽ നിയമിച്ച 6 പോലീസ് ഉദ്യോഗസ്ഥരെ 24 മണിക്കൂറിനകം ഉത്തരവ് റദ്ദാക്കി സ്ഥലം മാറ്റിയതിൽ പുതിയ DGP റവാഡ ചന്ദ്രശേഖരനെ വിളിച്ചു വരുത്തി അതൃപ്തി അറിയിക്കുകയായിരുന്നു ഗവർണർ. താൻ നിർദ്ദേശിക്കുന്നവരെ മാത്രമേ തന്റെ സുരക്ഷാ സംഘത്തിൽ ഉൾപ്പെടുത്താനാവൂ എന്ന നിലപാടിലായിരുന്നു ഗവർണർ. DGPയുടെ നിർദ്ദേശപ്രകാരം ജൂൺ 28 ഇറക്കിയ ഉത്തരവാണ് 24 മണിക്കൂറിനകം റദ്ദാക്കിയത്. സാങ്കേതിക നടപടി എന്നാണ് സർക്കാരിന്റെ വിശദീകരണം. അതേസമയം സർക്കാർ നിർദ്ദേശത്തെ തുടർന്നാണ് ഉത്തരവ് റദ്ദാക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. RV ആർലേക്കർ ഗവർണറായി ചുമതലയേറ്റതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ സുരക്ഷാ സംഘത്തിലെ 2 പോലീസുകാരെ മാറ്റിയിരുന്നു. DGPയുടെ ചുമതലയുണ്ടായിരുന്ന മനോജ് എബ്രഹാമിനെ വിളിച്ച് ഗവർണർ അതൃപ്തി അറിയിച്ചതിനെ തുടർന്ന് ഉത്തരവ് റദ്ദാക്കി. തന്റെ നിർദ്ദേശമില്ലാതെ സുരക്ഷാ സംഘത്തിലുള്ളവരെ മാറ്റരുതെന്ന് DGP ആയിരുന്ന ഷെയ്ഖ് ദർവേ സാഹിബിനോട് ഗവർണർ നിർദ്ദേശം നൽകിയിരുന്നു. മറ്റ് സുരക്ഷാ പ്രശ്നങ്ങളില്ലെങ്കിൽ ഭരണാധികാരികൾ ആവശ്യപ്പെടുന്ന ഉദ്യോഗസ്ഥരെയാണ് ഒപ്പം നിയോഗിക്കാറുള്ളത്. പരിപാടികളും യാത്രകളിലും ഗവർണർക്കൊപ്പം ഉണ്ടാകുന്നവരാണ് ഇവർ. തന്റെ ശുപാർശയില്ലാതെ സുരക്ഷാ സംഘങ്ങളെ നിയമിക്കരുതെന്നും മാറ്റരുതെന്നും DGPയോട് ഗവർണർ നിർദ്ദേശിക്കുമെന്നും അറിയിക്കുന്നുണ്ട്. KP 2ാം ബറ്റാലിയനിലെ SI VS അരുൺകുമാർ, വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO A ഗോപകുമാർ, KP 4ാം ബറ്റാലിയനിലെ MS ഹിമേഷ്, SAP ബറ്റാലിയനിലെ S സുഭാഷ്, ബോംബ് സ്ക്വാഡിലെ JP അനീഷ്, തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാനത്തെ സീനിയർ CPO S രാജേഷ് കുമാർ എന്നിവരുടെ സ്ഥലമാറ്റമാണ് റദ്ദാക്കിയത്. ഇതിനു പുറമെ രാജ്ഭവനിലെ ഡ്രൈവർ ചുമതലയിൽ പ്രവർത്തിച്ചിരുന്ന പോലീസ് ഡ്രൈവർ A അനസിനെ പിൻവലിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് ആസ്ഥാനത്തെ CR രാജേഷിനെ രാജ്ഭവനിലേക്ക് നിയോഗിച്ച ഉത്തരവും റദ്ദാക്കി. മുഖ്യമന്ത്രി നിയോഗിച്ച അതോടൊപ്പം തന്നെ സർക്കാർ നിയോഗിച്ച സകല പോലീസ് ഉദ്യോഗസ്ഥരെയും, അതായത് ചാരന്മാർ, പോലീസിന്റെ, കേരള പോലീസിന്റെ, പാർട്ടി പോലീസിന്റെ ചാരന്മാരെ എല്ലാം തന്നെ ഇന്നലെ അർദ്ധരാത്രി കൊണ്ട്, അതായത് 2 ദിവസം കൊണ്ട് തന്നെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന്റെ പേഴ്സണൽ സെക്രട്ടറിമാർ നടത്തിയ ഒരു സർജിക്കൽ ഇൻവെസ്റ്റിഗേഷനിൽ, അതായത് ഒരു പെട്ടെന്നുള്ള ഒരു അന്വേഷണത്തിലാണ് ഇവർ കുറച്ച് ദിവസങ്ങളായി ഇവരെയൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഗവർണർ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഇവരുടെ ഫോണുകൾ നേരെ മറ്റുള്ളവരേക്ക് സന്ദേശം പോകുന്നു. അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഗവർണർ ഇന്ന സ്ഥലത്ത് നിൽക്കുന്നു എന്ന് തലേദിവസം രാത്രിയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്നായിരിക്കും ഒരു പ്രോഗ്രാം പിറ്റേ ദിവസം ഉണ്ട് എന്ന് ഒരു ചാർട്ട് തയ്യാറാക്കുന്നത്. അപ്പൊ ആ സമയത്ത് തന്നെ ഈ മെസ്സേജ് അങ്ങോട്ട് പോകുന്നു. ആ സ്ഥലത്ത് രാവിലെയോട് തന്നെ SFI ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാർ എത്തുന്നു. അപ്പോൾ ഇത് ഇവർക്ക് വലിയ രീതിയിൽ ഗവർണറുടെ സുരക്ഷാ വിങ്, അതായത് പ്രൈവറ്റ് സെക്രട്ടറി അടക്കമുള്ളവർക്ക് ഒരു സംശയമുണ്ടായിരുന്നു. അപ്പോൾ ഇവർ നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഈ ഇൻഫർമേഷൻ എല്ലാം എങ്ങനെ ലീക്ക് ആവുന്നു എന്നതടക്കമുള്ള ഒരു കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് രാജ്ഭവൻ എത്തി നിന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച
തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9074347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.